ആന്റിക്ക് എന്നെ ആന്റി ഒന്നും ആക്കല്ലേ പ്ലീസ്. പറയൂ. അലഞ്ഞൊറിയും ഒരു അരുവിയിൽ ചെറുമണി മരനിഴലിൽ. അയ്യോ എന്റെ വായ വേണിക്കാ. എന്നോട് ദേഷ്യപ്പെടല്ലേ പ്ലീസ്. മിത്തുകുട്ടാ മാത്തു. അലഞ്ഞൊറിയും ഒരരുവിയിൽ ചെറുമണി മരനിഴലിൽ മേൽമിരിച്ചു കസവ തുന്ന മരിയ ചിത്രശലഭം. എടാ ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പഠിക്കുന്നേ? അമ്മ അച്ഛൻ എപ്പോഴും തരാറുള്ള ഒരു 3 മരുന്നിന്റെ പേര് പറയൂ. സുദർശനം കുളിക്ക, വില്ലാതി കുളിക്ക, ഗോപിചന്ദനാദി. ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഇടും. അമ്മ അച്ഛനെ കൊണ്ടുപോകാറുണ്ടോ ടൂറൊക്കെ പോകുമ്പോ? ഞാൻ ഉണ്ടാവുന്നതിന്റെ മുന്നൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഈ അച്ഛനാണ് അമ്മയാണ് മാത്തുനെ വഴക്ക് പറയാറുള്ളത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് പറയൂ. ജോഹന്നാനെ ഇഷ്ടല്ലേ അല്ല ഷൂട്ട് ചെയ്ത് പുറത്തു വിടുന്നു. അതിനെന്താ കുഴപ്പം? ഇപ്പൊ നമ്മൾ അതിനല്ലേ വന്നു. ഭർത്താവിന്റെ ഗുണങ്ങൾ എന്താന്ന് ഭാര്യയോട് ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. മൃദുലയുടെ കണ്ണുകളെ കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞാൻ അച്ഛനെ പോലെയാ. അഭിമാനം അച്ഛൻ ഡോക്ടർ ആവണോ? വേണ്ട വേണ്ട എന്നു കരുതിയെങ്കിലും ഇങ്ങനെ പാട്ടുകാരി എന്നൊക്കെ അറിയുന്നല്ലാണ്ട് എനിക്കിങ്ങനെ സിംഗർ ആണെന്ന് സിനിമയിൽ പഠിക്കാൻ അങ്ങനെയൊന്നും എനിക്ക് നമ്മളങ്ങനെ വേറല്ല എന്നെ പറ്റിയിട്ട്. മെയിൻലി നല്ലൊരു ക്യാരക്ടർ ആവണം, ദുസ്വഭാവങ്ങളില്ലാത്ത. അത് സത്യമായിരുന്നു. ഭയങ്കര നാണം. പൂവട്ടക തട്ടിച്ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പുക്കൈതക്കയും മീശയാമിലെ പൂമല കയറി അങ്ങേ കണ്ടത്തെ തൃട്ടാ പെണ്ണിനൊരുമ്മ കൊടുത്തു തന്തോണിക്കാറ്റ്. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. Let's welcome മൃദുല വാര്യർ, മൈത്രേയി ആൻഡ് അരുൺ ചേട്ടൻ. താങ്ക് യു. കല്യാണം കഴിച്ച് ഭർത്താവിനെ കണ്ടുപിടിച്ചപ്പോഴും പാട്ട് പാടുന്ന ഭർത്താവ് വേണമെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞില്ല. സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം പാട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആള് വേണമെന്നായിരുന്നു. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് എല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അറിഞ്ഞത് പാടുന്നൊക്കെ. പാട്ട് ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളങ്ങനെ പാടുന്നൊന്നുമില്ല. അപ്പോ പാട്ട് പാടുന്ന ഒരാൾ കൂടെ വന്നപ്പോ ഒരു സന്തോഷം, അത്ര തന്നെ. അതിനുശേഷമാണ് കേട്ടോ പതുക്കെ പതുക്കെ പറഞ്ഞത് അതെ ഞാനും പാടും കേട്ടോ. അങ്ങനെയല്ലല്ല, കോളേജിലൊക്കെ പോയിരുന്നു ഞാൻ. അവിടെയൊക്കെ പോയപ്പോഴാണ് വലിയ പാട്ടുകാരനെ തന്നെ കിട്ടിയല്ലോ. ഞാൻ പാട്ടുകാരനോ ഈശ്വര, ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര. അല്ല അതിനുശേഷം ഭർത്താവിനെ കൊണ്ട് ആദ്യം പാടിപ്പിച്ച പാട്ട് ഏതായിരുന്നു മൃദുലെ? സത്യം പറയട്ടെ, എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു കൂടെ, അത്രേ ഉള്ളൂ. 5 ദിവസം കഴിഞ്ഞപ്പോ ടാറ്റ ബബായ് എന്ന് പറഞ്ഞിട്ട് ആള് പോയി. മിത്തുകുട്ടിന് അച്ഛൻ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടം മാത്തു. അയ്യോ സോറി കേട്ടോ. മാത്തുവിന് അച്ഛൻ പാടുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അല്ലിടം പോവോ. ഞാനും മാത്തു മാത്രമുള്ള രഹസ്യമാണ്, ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ മാത്തു. ഞങ്ങൾ ഓർക്കാൻ വേണ്ടി പാടുന്ന പാട്ടൊക്കെ. അത് കേട്ട് മോൾ ഉറങ്ങുന്നില്ലേ ചേട്ടാ? ചേട്ടാ സക്സസ്ഫുൾ ആണ്. ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അമ്മ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? രണ്ടെണ്ണുണ്ട്. മഴയത്തോ മഴ ലാലി ലാലി. മാത്തുവിന് സ്വന്തമായിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാ? കുറേ പാട്ടുണ്ട്. അവള് കുറേ പാട്ടുകൾ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പാട്ട് ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ട് എവിടെന്നെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവള് അമ്മ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യോ, ആ സംഗതി എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഭയങ്കര സന്തോഷാണത്. അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അമ്മ കുഞ്ഞാണല്ലോ എന്നെപ്പോഴേലും ചോദിച്ചിട്ടുണ്ടോ? നല്ല പ്രായമുണ്ട് മതനറിയാം. നല്ല പ്രായമൊന്നുമല്ല, പക്ഷെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ. അച്ഛനാണ് ഞങ്ങളെ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രായം. എത്ര വയസ്സിന്റെ അച്ഛന്? 40. മാത്തുവിന് പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടൊന്ന് പാടാവോ ചേച്ചിക്കൊന്ന് കേൾക്കാൻ? മമ ഗഗ മമ സ ഗഗ സ ഗഗ നിനി സ ഗഗ സ മമ സ ഗഗ സ പപ സ ഗഗ സ നിനി സ ഗഗ സ സാ നി ദ പ മ ഗ ഗമ പനി സ ഗാരി സ സാ നി ദ പ മ ഗാരി സ ഗമ കണ്ണോട് കാൺബതെല്ലാം തലേവാ പപ നിനി സ സ ഗഗ മമ പപ നിനി സ സ നി സ ഗമ പനി ദ പ മ ഗ മ പനി സ ഗരി സ നി സ മ ഗരി സ നി ദ കണ്ണ
സഗ സഗമ ഗമ പ നിദ പമ പനി പപ്പനി സഗരിസ ഗരിസ നിസ നിദ പമ ഗമ പമ കണ്ണോട് കാൺപതെല്ലാം തലേവാ കണ്ണുകൾക്ക് ചൊന്തമില്ലേ കണ്ണുകൾക്ക് ചൊന്തമില്ലേ. എന്താ ഇത്? ആള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വന്തമായിട്ട് പഠിച്ച ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതാണ് ഒരു ഭയങ്കര എനിക്ക് തന്നെ പ്രൗഡാണ് മോളെ പറ്റി പറയുന്ന സമയത്ത്. ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ആലോചിക്കുമായിരുന്നു, അതായത് ഒരു കുട്ടിയുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മള് കുറച്ചൊരു വണ്ണമുള്ള ഒക്കെ ഒരാളെ പ്രതീക്ഷിക്കുമ്പോൾ മൃദുല ഓരോ ദിവസം ചെറുതായിട്ട് ചെറുതായി വരുന്നു. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡയറ്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. വിശപ്പിന്റെ അസുഖമുള്ള ആളാ. ചിലപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ദഹനം കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അരുൺ ചേട്ടൻ ഒരു ഭീഷണി ആവുന്നുണ്ടോ ഭാര്യ ഓരോ ദിവസവും ഇങ്ങനെ ചെറുതായി? ഞാൻ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് ഞാൻ കുട്ടികളെ നോക്കുന്ന ഡോക്ടറാണ്. അപ്പൊ ഞാൻ ഒരിക്കലും അവരെ ആയിരിക്കാം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പിള്ളേരല്ലേ, എനിക്കത് മതി. ആണല്ലേ? അച്ഛൻ എപ്പോഴും തരാറുള്ള ഒരു 3 മരുന്നിന്റെ പേര് പറയൂ. ഏതൊക്കെയാ? സുദർശനം ഗുളിക, വില്ലാതി ഗുളിക, ചെറിയ ഗുളിക, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഗോപിചന്ദനാദി. ഇതൊക്കെ എന്തിനാ കഴിക്കുന്നേ? എന്തിനാന്നറിയില്ല. കഷായമൊക്കെ കഴിക്കാറുണ്ടോ? ഓ, ഇത് വേറെ റൈറ്റാണ്. പക്ഷെ ഇന്ന് നല്ല സുന്ദരിയായിട്ടാണല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്തേക്കണേ. അമ്മയാണോ ഇതൊക്കെ റെഡിയാക്കുന്നത്? ഇടയ്ക്ക് ഞാനും ചെയ്യും. ആണോ? സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ അറിയാലോ? ഇങ്ങനെ കണ്ണൊക്കെ എഴുതാൻ അറിയോ? ഇല്ല, കണ്ണ് എഴുതും, അത്യാവശ്യം എഴുതും. ഐഷാഡോ ഇടും. ഇതൊക്കെ ചെയ്യും. സ്കൂളിൽ ചില സമയത്ത് ഞാൻ ഉണ്ടാവാറില്ലല്ലോ. അപ്പോ രാവിലെ അവള് തന്നെ ഒരുങ്ങാറും. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ടോ? ആ, ആണോ? ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഇടും. കൂടുതൽ ചോദിച്ചു മോപ്പിക്കല്ലേ. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ ആരാ അതൊക്കെ ഹെൽപ്പ് ചെയ്യാ പഠിക്കാനൊക്കെ? ഇല്ല, അവരെവിടെ ഇല്ല, ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ. അച്ഛൻ അമ്മമ്മയും മുത്തച്ഛനും ഹെൽപ്പ് ചെയ്യും. ആണോ? എങ്ങനെയാ? അവര് വരുമ്പോ അവര് സഹായിക്കും. ആണോ? അവർ വരുമ്പോ പഠിപ്പിച്ചു തരാറുണ്ടോ? ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് പഠിപ്പിച്ചു. ആണോ? ചില സമയത്ത് ഞാൻ വലിയ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ പോയ സമയത്ത് എക്സാം വന്നു. ആ സമയത്ത് അപ്പം അച്ഛനും അമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പം ഫുൾ അച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ പക്കയാ പുറകേ നടന്ന് പഠിപ്പിക്കും. എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിവിഷനും ഒക്കെയാ. ഡെയിലി ഭയങ്കര, ഞാൻ അത്ര ഇല്ല. അച്ഛനാണെ നോക്കും, ഈശ്വര മുത്തച്ഛനാണോ, മുത്തച്ഛനാണെങ്കിൽ എന്നെ പഠിപ്പിച്ച് കൊല്ലും. അങ്ങനെയാണോ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് അല്ല, ഭയങ്കര ഇങ്ങനെ വഴക്ക് പറയില്ല, പക്ഷെ പക്ഷെ എന്തായാലും പഠിച്ചേ പറ്റൂ. ഇനി അമ്മ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോ ഓസ്ട്രേലിയക്കും ലണ്ടനിലേക്കും ഒക്കെ പോകുമ്പോ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴും പറയോ? ക്ഷമ കൊണ്ടുപോയില്ല. അമ്മ അച്ഛനെ കൊണ്ടുപോകാറുണ്ടോ? അതുമില്ല. അല്ല, ഞാൻ ഉണ്ടാവുന്ന എന്റെ മുന്നൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതാണ് എപ്പോഴും പറയുന്ന പോയിന്റ്. അതായത് കല്യാണത്തിന്റെ അല്ല, മോളുണ്ടാവുന്നതിന്റെ മുമ്പേ ഞാനാണ് കൂടെ പോവാറ്. ഞാൻ പറഞ്ഞു മോളുണ്ടായതിനു ശേഷം അച്ഛൻ എങ്ങോട്ടും പോയിട്ടില്ലേ, അപ്പൊ ഞാൻ ഉണ്ടാകുന്നതിന് മുന്നേ പോയിട്ടില്ലേ, അതാണ് പിന്നെ അതിൽ പിടിക്കുക. അപ്പൊ അച്ഛൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ ഒന്നും ഞാൻ പോയിട്ടില്ലല്ലോ. അയ്യോടാ. അല്ല ചേട്ടാ, ഈ നമ്മള് ഭയങ്കര പാട്ടുകാരിയായിട്ടുള്ള ലോകമറിയുന്ന ഒരു ഗായികയായ ഭാര്യ ഉള്ളപ്പോ നമ്മളിനി പൊതുവെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഉള്ളിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണല്ലോ. അപ്പൊ ചേട്ടൻ എങ്ങനെ മിസ് ചെയ്യുമ്പോ? ഉള്ളിൽ മാത്രമല്ല. ഓ, അങ്ങനെയാണല്ലേ. സ്വന്തമായിട്ട് ഇങ്ങനെ ഭാര്യയുടെ പഴയ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിരുന്ന് ആസ്വദിക്കാറുണ്ടോ? ഐഡിയ സ്റ്റാർസിങ്ങളൊക്കെ എനിക്ക് മൃദുലേനെ അറിയുന്ന ആ കാലഘട്ടം എനിക്ക് പേടിപ്പിക്കാറുണ്ട്. അല്ല, സത്യം പറയട്ടെ, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ സിംഗർ ആണെന്നോ അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗറോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് എൻട്രൻസിന് പഠിക്കാൻ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഭയങ്കര ബുക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ പാട്ടുകാരി എന്നൊക്കെ അറിയുന്നല്ലാണ്ട് എനിക്കിങ്ങനെ സിംഗർ ആണെന്ന് സിനിമയിൽ പഠിക്കാൻ എനിക്കൊന്നും അങ്ങനെയൊന്നും എനിക്ക് നമ്മളങ്ങനെ വേറല്ല എന്നെ പറ്റിയിട്ട്. ഹിറ്റ് ആവുന്ന ലാലി ലാലി അല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം. എന്റെ പറഞ്ഞു വരുന്നത് അല്ല, മറ്റേ മനസ്സിലിങ്ങനെ മൃദുല പറയണു, ഇത്രയും ഫേമസ് ആയ എന്നെ അറിയില്ലടാ, ബാക്കി
ഇല്ല എനിക്ക് അങ്ങനെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മെയിൻലി നല്ലൊരു ക്യാരക്ടർ ആവണം, ദുസ്വഭാവങ്ങളില്ലാത്ത. അത് സത്യമായിരുന്നു. ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആഗ്രഹം അതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ കണ്ടീഷൻ എന്ന് വെച്ചാൽ പാട്ട് പാടാൻ സമ്മതിക്കണം. അതായിരുന്നു നമ്മുടെ മെയിൻ കൺസേൺ അതായിരുന്നു. പിന്നെ അതേപോലെ നാട്ടിലുള്ള ആളാവണം, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ഈ അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ മാത്തുവിനെ വഴക്ക് പറയാറുള്ളത്? പറയണ്ടല്ലോ, നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണോ മാത്തു അച്ഛൻ? ആണോ മാത്തു പറഞ്ഞു കൊടുക്കാൻ? രണ്ടാളും അല്ല. അയ്യടാ, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല, ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും കുട്ടിയാണ്. അപ്പൊ നമ്മള് ആ കാര്യങ്ങൾ ആ ഫോർമാറ്റീവ് സ്റ്റേജിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അത് വിചാരിച്ച് ഭയങ്കര മസിൽ പിടിച്ച് എങ്ങോട്ടും പോകാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. മനസ്സിലായില്ല, എത്രമാത്രം സ്ട്രിക്റ്റാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? മാത്തുവിന്റെ ഇഷ്ടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന അച്ഛനാണോ അമ്മയ്ക്കാണോ? പറഞ്ഞോളൂ ആരാണെന്ന്. ഒന്നും പേടിക്കണ്ട. അതെ, ഒന്നും പേടിക്കണ്ട, അമ്മയ്ക്ക് നല്ല കോൺഫിഡൻസ്. അമ്മയാണോ? ഇവരെ രണ്ടുപേരോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കറക്റ്റ് ആണോ ആൻസർ ഇവര് പറയണേന്ന് മാത്തു പറയണം. ഓക്കെ അല്ലേ? മാത്തുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാല, ബിരിയാണി ഉണ്ട്, നൂഡിൽസ്. നൂഡിൽസ്. ഇതൊക്കെ ഇഷ്ടംപോലെ മെയിൻ. ആണോ? ഏതാ മാത്തു സത്യം? രണ്ടാളും. അയ്യടാ, അല്ല ഈ മൂന്ന് സാധനങ്ങളും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. മാത്തുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ഒരു പറയും കേട്ടോ. അയ്യോ ഈ വർഷത്തെ അയ്യോ ഈ വർഷത്തെ നിരഞ്ജന കുട്ടി ഉണ്ട് ഇപ്പോ. അതന്നെയാണുള്ളത്. നിരഞ്ജന ബെസ്റ്റ് ഫ്രണ്ട് ആയി വരുന്നേ ഉള്ളൂ. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ സ്കൂളിൽ വന്നിട്ട്. അനബൽ. അമ്മേനോട് മാത്രമാണ് അനബലിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അച്ഛൻ അറിയില്ല. അച്ഛൻ ഇങ്ങനെ പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നു. അച്ഛൻ ഉണ്ടായിരുന്നില്ല ഈ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല. പറയൂ. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ജോഹന്നാൻ ഇഷ്ടമല്ലേ അല്ല മക്കളെ? അല്ല അതാരാ അത്? കണ്ടോ എച്ച് വിട്ടുപോയത് ഞാന്. ജോഹന്നാൻ എക്സ്ട്രാ ജോഹന്നാൻ ഒരു കുട്ടിയുണ്ട് ഫ്രണ്ട്. പിന്നെ ജോഹാന ആരാ ചേട്ടാ? സത്യം പറ. ജോഹന്നാൻ മറ്റേ ഇങ്ങനെ പറയില്ല, ഇവരൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തു വിടും മാറ്റും. അതിനെന്താ കുഴപ്പം? ഇപ്പൊ നമ്മൾ അതിനല്ലേ വന്നത്. മാത്തു ലാസ്റ്റ് ടൈം വാശി പിടിച്ച് കരഞ്ഞ എന്തിനാണ്? അങ്ങനെ പൊതുവെ വാശി പിടിക്കല് കുറവാണ്. ഇല്ല, ഇല്ല അവള് നല്ല ആ കാര്യത്തില് വളരെ നല്ല കുട്ടിയാണ്. കൺവിൻസ് ചെയ്യുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറഞ്ഞാ മതി. മാത്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. മലയാളം അത്ര പറയാറില്ല, ഇംഗ്ലീഷ് കുഴപ്പമില്ല. ആൻസർ പറഞ്ഞു മാത്തു പറഞ്ഞു. ആൻസർ പറഞ്ഞു ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? രണ്ടാളും ശരിയാ. ആണ്, അമ്മയ്ക്ക് അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാല്ലേ? ആണ്. മാത്തുവിന്റെ 3rd സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറുടെ പേരെന്താണ്? സിന്ധു അല്ലേ മറ്റു? ചേട്ടൻ ഇങ്ങനെ ഇരുന്നാണ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഗ്രൂപ്പിലെ മെമ്പർ അറിയാം. 3 പേർക്കും കൂടെ കോമൺ ആയിട്ട് പാടാൻ അറിയുന്ന പാട്ട് ഏതാ? അച്ഛനും അമ്മയ്ക്കും മാത്തുവിനും അറിയുന്ന പാട്ട്? മറ്റേ ഇതാണ് എപ്പോഴും പാടാറ്. എൻ്റെ അടുത്ത് എനിക്കൊരു പാട്ട് പാടിയ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പൊന്നോലത്തുമ്പി അത് പാടാറുണ്ട്. ഭയങ്കര നാണം. ഇപ്പൊ എന്താ അവസ്ഥ അറിയോ? ആദ്യം ഞാൻ മാത്രമായിരുന്നു കറക്റ്റ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ മുതലേ എന്തോ ഒരു വരി പാടിയാലും ഞാനത് വെറുതെ അല്ല ചേട്ടൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. പെട്ടുപോ, അത് ശരിയായില്ല, ഒന്ന് തുടങ്ങിയാ മതി. ഇപ്പൊ ഇയാളും കൂടെ ശരിയാണോ അന്ന് പറഞ്ഞത്? പ്രശ്നമുണ്ടല്ലോ. ഇവളും തുടങ്ങി. ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരും കൂടെ പാടും. മാത്തു പാടി തുടങ്ങിക്കോ. പൂവട്ടക തട്ടിച്ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പുക്കൈതക്കയും മീശയാം ലീമില പൂമില കയറി അങ്ങേ കണ്ടത്തെ തൃത്താ പെണ്ണിനൊരുമ്മ കൊടുത്തു തന്തോണിക്കാറ്റ്. ഇതിൽ ആര് പാടിയതാ ഏറ്റവും കറക്റ്റ് ആയ? മാത്തു അമ്മ പാടിയാണോ അച്ഛൻ പാടിയാണോ? എനിക്ക് ഇപ്രാവശ്യം തോന്നുന്നു അച്ഛൻ. എന്റെ ദൈവം, അതിനെ വയറ്റിൽ പിടിക്കണത്. അച്ഛനല്ല പ്രതീക്ഷിച്ചത്. താങ്ക് യു. അച്ഛനുള്ള കോൺഫിഡൻസ് ആയി മോളെ. മാത്തുന് ഇനി വലുതാകുമ്പോ വലിയ സിനിമാ നടി ആവണമെന്നാണോ, ഡാൻസർ ആവണമെന്നാണോ, പാട്ടുകാരി ആവണമെന്നാണോ ആഗ്രഹം? പാട്ടുകാരി. അച്ഛൻ ഡോക്ടർ ആവണോ? വേണ്ട. വളരെ ക്ലിയർ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആള് ഭയങ്കര
ബിസിയാണ്, വർക്ക് ലോഡൊക്കെ കൂടുതൽ അവൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും ആ വഴിക്ക് പോണ്ടെന്നുള്ളതാണ് അവൾക്ക്. ഇത് ഭയങ്കര ഭയങ്കര ഒരു സർപ്രൈസിങ് ആണല്ലേ. കുറെ കാലം മോൾ അങ്ങനെ പാട്ടൊന്നും കേൾക്കുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ ആള് പെട്ടെന്നാണ്. നമ്മള് എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഞാൻ പാടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൂളിക്കാറുണ്ട്. അപ്പൊ ഒന്നും അങ്ങനെ ട്യൂണില്, പക്ഷെ അത് വളരെ ഏർലി ആയിട്ടുള്ളൊരു സമയമാണ്. അത് എൻ്റെ ഒരു അത്യാഗ്രഹമാണ്. അതെ, ആക്രാന്തമായിരിക്കും. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒന്നും പഠിപ്പിക്കാറില്ല. ജസ്റ്റ് പല്ലവി മാത്രം അവൾ അറിയാതെ തന്നെ ഞാൻ ഇങ്ങനെ കേൾപ്പിച്ച് അവൾ തനിയെ പഠിച്ചു. അമ്മയ്ക്ക് അവാർഡൊക്കെ കിട്ടിയ സമയത്തേക്ക് എല്ലാരും കൂടെ എല്ലാ ചാനലുകാരൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സർപ്രൈസ്ഡ് ആയി. മോള് വന്നപ്പോ ഇങ്ങനെ ഏതോ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് അവാർഡ് കിട്ടി അറിഞ്ഞോ, എവിടെ അവാർഡ് എവിടെ? അതാണ് അവള് ആ അവാർഡ് ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടോ? ഷെൽഫിന്റെ ഉള്ളിലാ. ആളാണ് എടുത്തു വെച്ചത്. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഷെൽഫിന്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കണത്. ചേട്ടാ, ഈ പാട്ടുകാരി എന്നുള്ളതിനപ്പുറത്തേക്ക് മൃദുലെ ചേട്ടനിലേക്ക് അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്തായിരുന്നു? ഓ മൈ ഗോഡ്, ഇതൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നെ പറയാറുണ്ട്. ന്യൂസ് പേപ്പറിൽ എന്തോ ഒരു അല്ലേ റൈറ്റപ്പ് വന്ന സമയത്താണ് ഇങ്ങനെ, അങ്ങനെയൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത്. പിന്നെ ആരെങ്കിലും ചോദിക്കും, ഇങ്ങനെ ചോദിക്കുമ്പോൾ കാഷ്വലായിട്ട് നീ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടോ എന്നൊന്നും പറയില്ലല്ലോ അവര്. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് പറയുന്ന കേൾക്കാറുണ്ട്. ഇനി വേറെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, പറയുന്ന കേൾക്കുന്നില്ല. അങ്ങനല്ല, ഒരു വലിയൊരു ഗ്രൂപ്പ് ഒന്നും കേട്ടില്ല. ഭർത്താവിന്റെ ഗുണങ്ങൾ എന്താന്ന് ഭാര്യയോട് ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അല്ല, ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു ആള് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ കണ്ടീഷൻസ് അതൊക്കെ കറക്റ്റ് ആണ്. ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പം മാത്തുവിന് ചില കാര്യങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കുറേ വാല്യൂസ്, ഇങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ആൾക്കും ഇതേപോലെ പാവപ്പെട്ട ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം പേഷ്യൻസ് ആണെങ്കിലൊക്കെ ഭയങ്കര ആത്മാർത്ഥതയാണ്. പിന്നെ അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഈ മൃദുലയുടെ കണ്ണുകളെ കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വളരെ ആലങ്കാരികമായി എന്തെങ്കിലുമൊക്കെ പറയണം. ഇന്നത്തെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അമ്മയുടെ ഏറ്റവും കണ്ണാണോ, മൂക്കാണോ, ചിരിയാണോ, വർത്താനാണോ, എന്താ മാത്തുവിന് ഏറ്റവും ഇഷ്ടം? മുമ്പ് കണ്ടിട്ടില്ലേ? നോക്കാണ്, ഏതാണ്? ഐബ്രോസ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി ഡിഫറെന്റ് ആണ് കേട്ടോ. ഐബ്രോസോ ആണോ? അച്ഛന്റെയോ? അച്ഛന്റെ മൂക്ക് നല്ല അല്ലേ? അച്ഛന്റെ മൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛനെ പോലെയാ. അല്ല, അത് എനിക്കും അങ്ങനെ എന്നെ പോലെ മീൻസ് എന്റെ ചായ വേണ്ടാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കണ്ണ് എന്നെ പോലെ അല്ലല്ലോ. അമ്മ എപ്പോഴും പാടാറുള്ള ഒരു പാട്ട് മാത്തു പാടി നമുക്ക് അവസാനിപ്പിക്കാം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോട് ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ, എല്ലാരും നിന്നോടെ പുല്ലാസത്തിലല്ലേ. അത്രയും പഠിച്ചിട്ടില്ല. ഇത് എങ്ങനെയാടാ ഇങ്ങനത്തെ പാട്ടൊക്കെ പഠിക്കുന്നേ? കേട്ട് പഠിക്കോ? അല്ല, അമ്മ ഞാനാ പഠിപ്പിച്ചേ. അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു തരുമോ? എങ്ങനെ അമ്മ പഠിപ്പിക്കണമെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? അമ്മ എങ്ങനെ പഠിപ്പിക്കണേന്ന്? അപ്പൊ അത് പഠിപ്പിച്ചു കൊടുത്തേ ആന്റിക്ക്. എന്നെ ആന്റി ഒന്നും ആക്കല്ലേ പ്ലീസ്. സോറി നിങ്ങളുടെ പ്രായം തോന്നുകയില്ല. അല്ല, അമ്മയുടെ അനിയത്തിന്റെ ആന്റി എന്നല്ലേ വിളിക്കുക. അയ്യോ, എന്റെ വായ വേണിക്കാ. ആണോ? എന്ന് പഠിപ്പിച്ച കുറച്ച് ഇത്തിരി സാധനം. അലിഞ്ഞൊറിയുമരവിയിലറിച്ചറും മരനിഴലിൽ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു. അലഞ്ഞൊറിയും ഒരു അരുവിയിൽ ഒരു ചെറുമണിമര നിഴലിൽ.
ചെറുമണി ചെറുമണി മരനിഴലിൽ മരനിഴലിൽ. എന്നോട് ദേഷ്യപ്പെടല്ലേ പ്ലീസ്, എന്നോട് ദേഷ്യപ്പെടല്ലേ. അടുത്ത എന്താ? വെൽവിരിച്ച കസവത്തിന്റെ മരിയ ചിത്രശലഭം. ഓക്കെടാ, എല്ലാം അങ്ങനെ തന്നെ അടിപൊളി. ഓക്കെ, അമ്മ അപ്പൊ അച്ഛനെ അമ്മേനെ ഒക്കെ പോലെ മാത്തു നല്ല കുട്ടിയായിട്ട് വളരട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടാ, മൃദുല, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു വീണ, താങ്ക് യു. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ടീച്ചിങ് കാർഡ്.